ഹലോ ഗൈസ്, എല്ലാവർക്കും വലിയ സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിൽ ആകെ ഒരു പ്രോപ്പർ ട്രേഡ് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിഫ്റ്റി ഇന്ന് ഏകദേശം ഓപ്പൺ ചെയ്തത് ഈ ഒരു ലെവലിലാണ്. അതിനുശേഷം ഇന്ന് ഫോം ചെയ്തിട്ടുണ്ടായ ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗ്യാപ്പ് ഫില്ല് ചെയ്ത അപ്പോൾ തന്നെ നമുക്കൊരു ഡൗൺ ട്രെൻഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി ഡൗൺ ട്രെൻഡ് പിടിക്കാൻ നോക്കിയില്ല. കാരണം കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ബൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ബൈയിങ് പോയിൻറ്റ്സ് കണ്ടെത്തുന്ന രീതിയിൽ നമ്മൾ നോക്കി. നമുക്കിവിടെ ഫസ്റ്റ് ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ടല്ലോ, അതായത് ഈ ഒരു അപ് ട്രെൻഡിൽ നമുക്ക് ഇവിടെ ഒരു ലോ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു ബൈ സോൺ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് അവിടെ എത്തുകയാണെങ്കിൽ, അതുപോലെ തന്നെ നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക്ക് വരുവാണെങ്കിൽ വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ലോങ്ങർ ടൈം ഫ്രെയിമിൽ ഹയർ ടൈം ഫ്രെയിമിൽ വരച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്കത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു എൻട്രി പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ബൈ സോണിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു നല്ലൊരു എൻട്രി പോലെ നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓപ്ഷൻ ചാർട്ട് സെയിം ടൈമിൽ നോക്കിയപ്പോൾ നമുക്ക് നല്ലൊരു എൻട്രി ആയിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്തെന്ന് മനസ്സിലായി. അതായത് ഇവിടെ നമുക്ക് ബൈ സോണിൽ ഇവിടെ ലിക്വിഡിറ്റി ഫോം ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്ന കാണാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നേരം മൂവ്മെൻറ്റ് നടത്തുന്നത് കാണാം. പിന്നെ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടുന്ന ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു ലെവലിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്ന ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 24,500 കോൾ ഓപ്ഷനാണ്. അപ്പോൾ ഇത് ബൈസോൺ ടാപ്പിൽ നമ്മൾ എൻട്രി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടെലഗ്രാം ഗ്രൂപ്പിൽ ബൈസോൺ അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ടാപ്പ് വരുന്നു. ഈ ഒരു ടാപ്പിൽ ഏകദേശം എൻട്രി എടുത്തവരാണെങ്കിൽ ഒരു 240 എൻട്രി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 240 എൻട്രി കിട്ടിയാൽ തന്നെ നമുക്ക് ഇന്ന് ഏകദേശം ഒരു 50 പോയിൻറ്റ്സ് അടുത്തോളം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് ആക്ച്വലി കോൾ ഓപ്ഷൻ ബൈ ചെയ്താലാണ്. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാർട്ടിൻ്റെ ഡിഫറൻസ് നോക്കുക. അതായത് ഇതിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ്, ഇത് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ ചാർട്ടാണ്. നമുക്കറിയാം കോൾ ഓപ്ഷൻ ഏകദേശം മൂവ് ചെയ്യുന്നത് നിഫ്റ്റി മൂവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിഫ്റ്റിയിൽ ഇവിടെ ഒരു ഹയർ ഹൈസ് ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഹൈ ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഹൈ ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഹൈ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം സെയിം രീതിക്കുള്ള മൂവ്മെൻറ്റ് ആയിരിക്കണം നമുക്ക് കോൾ ഓപ്ഷനിലും കിട്ടേണ്ടത്. പക്ഷേ ഇന്നത്തെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിലൊരു ഡൗൺ സൈഡ്, അതായത് ഇവിടെ ഒരു ഹയർ ഹൈ ഫോം ചെയ്യുന്നു, അതിന് താഴെയാണ് നെക്സ്റ്റ് ഹൈ ഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് വീണ്ടും ഒരു ലിക്വിഡിറ്റി ടാപ്പ് പോലെ വേറൊരു ഹൈ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി തീറ്റ ഡി കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബൈ സൈഡ് എടുക്കാൻ നിന്നില്ല. കാരണം നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ 3 lakh ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സെൽ സൈഡ് എടുക്കാൻ നോക്കി. അപ്പോൾ ചെറിയൊരു ലോട്ട് സൈസിലാണ് എൻട്രി ചെയ്തത്. കാരണം നമുക്ക് 2 ദിവസം നല്ല ലോസ് വന്നിട്ടായിരുന്നു. ആ ഒരു ട്രേഡിംഗ് ചലഞ്ചിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു നല്ല സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യേണ്ടായി. അപ്പോൾ അതിൽ നമുക്കൊരു 35 പോയിൻറ്റ്സ് അടുത്തോളം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3600 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ഞാൻ ചെറുതായിട്ടൊന്ന് സ്കാൽപ്പ് ചെയ്തു, അത് ഏകദേശം 700 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു വീക്ക് ഞാൻ ആക്ച്വലി വാച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ലൊരു എൻട്രി സെറ്റപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ടെലഗ്രാമിൽ അത് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ എൻട്രി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ധന്നിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ മെസ്സേജ് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പർ ആവാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ലോജിക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഡേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ താഴെ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് പോലെ ഇവിടെ ഈ ഒരു ടോപ്പിൽ ടാർഗറ്റ് വെച്ചിട്ട് എൻട്രി എടുക്കാവുന്നതാണ്. എന്തായാലും നാളത്തെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കുറേ പേര് ബിറ്റ് കോയിൻ്റെ അപ്ഡേറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിറ്റ് കോയിനിൽ ഞാൻ ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് കാണുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഓരോ ഹൈസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ബയേഴ്സിൻ്റെ ആ ഡോമിനൻസ് കുറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഏകദേശം ഈ ഒരു ലെവലിൽ തന്നെ ഒരു 6 lakh മൂവ്മെൻറ്റ് വന്നിട്ടായിരിക്കും, അക്യുമുലേറ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഒരു അപ് ട്രെൻഡ്, ഞാൻ അപ് ട്രെൻഡിനാണ് പ്രതീക്ഷിക്കുന്നത്, ഒരു അപ് ട്രെൻഡ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാല ചാനൽ ആക്ച്വലി ഒരു അപ് ട്രെൻഡിലാണ്. അപ്പോൾ ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ഫോൾ ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ഫോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും താഴേക്ക് പോയി കഴിഞ്ഞാലാണ് നെക്സ്റ്റ് ഇനി നമുക്കൊരു ഡൗൺ ട്രെൻഡ് പോലെ ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ആക്ച്വലി അപ് ട്രെൻഡ് തന്നെയാണ്. കാരണം താഴത്തെ ലിക്വിഡിറ്റി, അതായത് ഒരു മാനിപ്പുലേഷൻ നടന്നു, ഇനി എപ്പോഴും മുകളിലോട്ട് പോകാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ ഈ മുകളിലോട്ട് പോകുന്ന സമയത്ത് കുറേ ഇതുപോലെ 6 lakh മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നില്ല നല്ലതായിരിക്കും. കാരണം ഫുൾ മാനിപ്പുലേഷൻ ആണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പിലായതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 6 lakh മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു പാറ്റേണൊക്കെ ഫോം ചെയ്ത് അതിലൊരു മാനിപ്പുലേഷൻ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചേഴ്സിലൊക്കെ എൻ്റർ ചെയ്യാം. അതുവരെ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബിറ്റ് കോയിനിൽ നല്ലത്. ഓക്കെ.